നമസ്കാരം. ഇന്നൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ അധ്യയന വർഷം എന്ന് ആരംഭിക്കും എന്ന് പലർക്കും കൺഫ്യൂഷനായിരുന്നു. ഓരോ ദിവസവും കോവിഡിൻ്റെ പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാ സ്കൂളുകളും പഠനത്തിൻ്റെ പുതിയ തലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടവും ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ലോക്ക്ഡൗൺ പഠനം എളുപ്പമാക്കുവാനായി ഞങ്ങൾ ആരംഭിച്ചതാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഈസി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഞങ്ങൾ വിചാരിച്ചിലും അധികം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാനായി ഞങ്ങൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പഠനം എളുപ്പമാക്കുവാനായി CBSEയും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളേവരും പറഞ്ഞു കാണുമല്ലോ, അതോറിറ്റി എല്ലാ സബ്ജക്ട്സിൻ്റെയും 30% റിമൂവ് ചെയ്തിരിക്കുകയാണ്. 10th സ്റ്റാൻഡേർഡിലെ സയൻസ് 30% ഏതൊക്കെ ടോപ്പിക്കാണ് റിമൂവ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പല കൂട്ടുകാർക്കും വ്യക്തതയില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുവാനാണ് ഇന്ന് ഞങ്ങളുടെ വീഡിയോയുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 10th സയൻസിൽ ടോട്ടലായിട്ട് 16 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ 5 ഫിസിക്സ്, 5 കെമിസ്ട്രി, 6 ബയോളജിയാണ് നമുക്ക് ഇതുവരെ പഠിക്കുവാനായിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അത് അതോറിറ്റി ഒഴിവാക്കിയിട്ടില്ല. അതായത് ആ ചാപ്റ്റർ ഫുള്ളായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് നമ്മൾ ഫുള്ളായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ കെമിസ്ട്രിയിൽ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്, ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ടും ഫുള്ളായിട്ട് നമുക്ക് പഠിക്കണം. ആ ചാപ്റ്ററും റിമൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആൻഡ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സും നമ്മൾ പഠിക്കണം. ഇനി തേർഡ് ചാപ്റ്റർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ആ ചാപ്റ്ററിൽ 2 പോർഷൻസ് അതോറിറ്റി ഒഴിവാക്കിയിട്ടുണ്ട്. തേർഡ് ചാപ്റ്ററായ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ ബേസിക് മെറ്റലർജിക്കൽ പ്രോസസ്സും കൊറോഷൻ ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ, അങ്ങനെ 2 പോർഷൻസ് അതോറിറ്റി ഒഴിവാക്കിയിട്ടുണ്ട്. ആ 2 പോർഷൻസ് ഒഴികെ ബാക്കി ഫുൾ പോർഷൻസ് നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ്? ബേസിക് മെറ്റലർജിക്കൽ പ്രോസസ്സും കൊറോഷൻ ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ. കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററായ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ ബേസിക് മെറ്റലർജിക്കൽ പ്രോസസ്സും കൊറോഷൻ ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ എന്ന പോർഷനും ഒഴികെ ബാക്കി ഫുൾ പോർഷൻസ് നമുക്ക് പഠിക്കണം. അതിൽ ഫോർത്ത് ചാപ്റ്ററാണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിൽ ഫുൾ ചാപ്റ്റർ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ട. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫുൾ ചാപ്റ്റർ അവർ കട്ട് ചെയ്തിരിക്കുകയാണ്, റിമൂവ് ചെയ്തിരിക്കുകയാണ്. സോ ഫോർത്ത് ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യേണ്ട? പഠിക്കേണ്ട. അതുപോലെ 5th ചാപ്റ്റർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ആൻഡ് എലമെൻറ്റ്സ്, അത് ഫുള്ളായിട്ട് പഠിക്കണം. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ യൂസ്ഫുൾ ആണ്. ഹയർ സെക്കൻഡറി സെക്ഷനിലോട്ട് പോകുമ്പോഴും ഈ പോർഷൻസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് അവർ ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ, സോ 5 ചാപ്റ്ററിൽ 4 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ തന്നെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ 2 പോർഷൻസും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് ബയോളജിയാണ്. 6 ചാപ്റ്റേഴ്സാണ് ടോട്ടലായിട്ടുള്ളത്. ഏത്? ഫിസിക്സ് 7, 8, 9, 15 ആൻഡ് 16. അങ്ങനെ 6 ചാപ്റ്റേഴ്സാണ് ബയോളജിയിലും സയൻസിലും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ 6th ചാപ്റ്റർ, അതായത് ലൈഫ് പ്രോസസ്സ് നമുക്ക് ഫുള്ളായിട്ട് പഠിക്കണം. അത് അവർ ഒഴിവാക്കിയിട്ടേ ഇല്ല. ലൈഫ് പ്രോസസ്സ് ഫുള്ളായിട്ട് നമ്മൾ പഠിക്കണം. അടുത്ത ചാപ്റ്ററായ 7th ചാപ്റ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. കൺട്രോൾ ആൻഡ് കോർഡിനേഷനകത്ത് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്, ഇൻട്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ് ഹോർമോൺസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ ആനിമൽസ്, നെർവസ് സിസ്റ്റം, വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി റിഫ്ലെക്സ് ആക്ഷൻസ്, കെമിക്കൽ കോർഡിനേഷൻ ഓഫ് അനിമൽ ഹോർമോൺസ്. ഇത്രയും പോർഷൻസ് അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്, introduction of plant hormones,
control and coordination in animals, nervous system, voluntary, involuntary and reflex action, chemical coordination and animal hormones. ഇത്രയും പോർഷൻസ് ഒഴികെ ബാക്കി പോർഷൻസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ചാപ്റ്റർ 8th ചാപ്റ്റർ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്, ആ ചാപ്റ്ററിൽ നമ്മൾ ഫുള്ള് പഠിക്കണം. ഓക്കെ, ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, ആ ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ 9th ചാപ്റ്റർ ഹെറിഡിറ്റി ആൻഡ് ഇവോല്യൂഷൻ, അതിനകത്ത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇവോല്യൂഷൻ ഒഴികെ ബാക്കി ഫുൾ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കണം. അതായത് 6th ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കണം. 7th ചാപ്റ്ററിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനകത്ത് ഇത്രയും പോർഷൻസ് നമുക്ക് പഠിക്കേണ്ട. അതുപോലെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇവാലുവേഷൻ, ഹെറിഡിറ്റി ആൻഡ് ഇവാലുവേഷൻ എന്ന ചാപ്റ്ററിൽ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇവാലുവേഷൻ നമുക്ക് പഠിക്കേണ്ട. ഓക്കെ, അതുപോലെ ലാസ്റ്റ് 15th ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ പഠിക്കണം. അവർ എൻവയോൺമെൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് പഠിക്കണം. അതൊരു ഒട്ടും ഒഴിവാക്കി, ഒരു പോർഷൻ പോലും ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ 16th ചാപ്റ്റർ അതായത് മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അത് ഫുള്ളായിട്ട് അവർ എടുത്തു കളഞ്ഞു. അത് പഠിക്കേണ്ട നമുക്ക്. ഓക്കെ, ആ ചാപ്റ്റർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. സോ 16th ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ട. സോ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ 6 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ 5 ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ മതി. 5 ചാപ്റ്റർ പഠിക്കണം. അതുപോലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷനകത്തിന് ഇത്രയും പോർഷൻസ് അവർ റിലീസ് ചെയ്തിരിക്കുന്നു. ഹെറിഡിറ്റി ചാപ്റ്ററിനകത്ത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇവാലുവേഷനും നമുക്ക് പഠിക്കേണ്ട. ഓക്കെ, അടുത്തത് ഫിസിക്സ് ആണ്. ഫിസിക്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സാണുള്ളത്. ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് സോഴ്സസ് ഓഫ് എനർജി. അങ്ങനെ 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഫിസിക്സിനകത്തുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ അതായത് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ 10th ചാപ്റ്റർ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ 10th ചാപ്റ്റർ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഹയർ സ്റ്റഡീസിനും. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുവാനായി തന്നിരിക്കുകയാണ്. സോ അതിനകത്ത് ഒരു പോർഷൻസ് പോലും ഒഴിവാക്കിയിട്ടില്ല. 10th ചാപ്റ്റർ ഫുള്ളായിട്ട് നമുക്ക് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഫുള്ളായിട്ട് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിരിക്കണം. അടുത്ത ചാപ്റ്ററാണ് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. അതിനകത്ത് ഹ്യൂമൻ ഐ തന്നെ അവർ ഫുള്ളായിട്ട് ഡീൽ ചെയ്തിരിക്കുകയാണ്. മെയിൻ എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുള്ളതായിരുന്നു 2 പോർഷൻസ്. ആ 2 പോർഷൻസ് അവരെടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഹ്യൂമൻ ഐ ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞിരിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് ലെൻസ് ഇൻ ഹ്യൂമൻ ഐ, അതുപോലെ ഡിഫക്ട്സ് ഓഫ് വിഷൻ വളരെ ഈസി പോർഷനായിരുന്നു. അല്ല, ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസസ്. അങ്ങനെ 3 പോർഷൻസാണ് ആ ചാപ്റ്ററിൽ അവർ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ ഐ, അതുപോലെ ഡിഫക്ട്സ് ഓഫ് വിഷൻ ആൻഡ് ഇറ്റ്സ് കറക്ഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസസ്. ഇങ്ങനെ 3 പോർഷൻസ് ഏതൊക്കെയാണ്? ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡിൽ നിന്ന് അവർ ഒഴിവാക്കിയിരിക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? ഇലക്ട്രിസിറ്റി ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാം. വളരെ ഈസി ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ ഫുള്ളായിട്ട് നമുക്ക് പഠിക്കണം. ഇലക്ട്രിസിറ്റിയിൽ നിന്നും അവരൊന്നും ഒഴിവാക്കിയിട്ടില്ല. അത് 13th ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതും വളരെ ഈസി ചാപ്റ്റർ ആയിരുന്നു. അതിൽ നിന്നും വളരെ കുറച്ച് പോർഷൻസ് അവർ റിമൂവ് ചെയ്തിരിക്കുന്നു. ഇലക്ട്രിസിറ്റി ഒരു ചെറിയ ആപ്ലിക്കേഷൻ തന്നെയാണ്. അത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പോർഷൻസ് ജനറേറ്റർ, ഡയറക്റ്റ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC, ഫ്രീക്വൻസി ഓഫ് AC, അഡ്വാൻറ്റേജ് ഓഫ് AC ഓവർ DC, അതുപോലെ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സ്. ഇത്രയും പോർഷൻസ് അവർ ഡിലീറ്റ് ചെയ്തു. ജനറേറ്റർ പഠിക്കേണ്ട. ഓക്കെ, അതുപോലെ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സ് വരെ എന്ത് ചെയ്യേണ്ട? നിങ്ങൾ പഠിക്കേണ്ട ഈ ചാപ്റ്ററിൽ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ. ഓക്കെ, അടുത്ത സോഴ്സസ് ഓഫ് എനർജിയാണ്. ഫുൾ ചാപ്റ്റർ അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. സോ നിങ്ങളത് പഠിക്കുകയും വേണ്ട. സോഴ്സ് ഓഫ് എനർജി വളരെ ഈസി ചാപ്റ്റർ ആയിരുന്നു. അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. തിയറി ആയിരുന്നു. സോ ഫുള്ളായിട്ട് അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് സോഴ്സസ് ഓഫ് എനർജി. സോ ഫിസിക്സിൽ 5th ചാപ്റ്റർ ഉണ്ടായിരുന്നതിൽ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ തന്നെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലെ 30%, ഹ്യൂമൻ ഐയിൽ 30% അവരെ ഒഴിവാക്കിയിട്ടുണ്ട്.
നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സയൻസ് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഫിസിക്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ പോർഷൻസാണ് അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. എനിക്ക് കണ്ടല്ലോ 16 ചാപ്റ്റേഴ്സാണ്. 16 ചാപ്റ്റേഴ്സിൽ കെമിസ്ട്രി 2 ചാപ്റ്ററും വേണം. ഫസ്റ്റ് 2 ചാപ്റ്റർ വേണം. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ കുറച്ച് പോർഷൻസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ഫുള്ളായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്, അത് പഠിക്കുകയേ വേണ്ട. പീരിയോഡിക് ക്ലാസിഫിക്കേഷനും ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ ബയോളജിയിൽ 6th ചാപ്റ്ററാണുള്ളത്. അതിൽ ലൈഫ് പ്രോസസ്സ്, മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ 7th ചാപ്റ്ററിലെയും 9th ചാപ്റ്ററിലെയും 7th ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസും 9th ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള 2 ചാപ്റ്ററും ഫുള്ളായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡാണ് ഒഴിവാക്കിയ ഒരു ചാപ്റ്റർ. അതിൻ്റെ ഹ്യൂമനായി നമുക്ക് ഫുള്ളായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. നമ്മളൊന്നും പഠിക്കേണ്ട, ഹ്യൂമനായി പഠിക്കേണ്ട. അതുപോലെ പവർ ഓഫ് അക്കോമഡേഷനും പഠിക്കേണ്ട. ഹ്യൂമനായിൽ ഒരു പോർഷൻ പോലും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ടുള്ള പോർഷൻസ് ആയിരുന്നു. ഡിഫക്ട്സ് ഓഫ് വിഷൻ ആൻഡ് ഇറ്റ്സ് കറക്ഷൻ അതും പഠിക്കേണ്ട. 2 ഡിഫെക്ഷനായിരുന്നു ഉള്ളത്, മയോപ്പിയ ആൻഡ് ഹൈപ്പർ മെട്രോപ്പിയ. അതിനകത്ത് ആ പോർഷൻസും ഫുള്ളായിട്ട് അവർ ഒഴിവാക്കിയിരിക്കുന്നു ഈ ചാപ്റ്ററിൽ. ഓക്കെ, അടുത്ത ചാപ്റ്ററാണ് ഇത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരുന്നു ഈ ചാപ്റ്റർ. വളരെ ഈസി ആയിട്ടുള്ള 2 പോർഷൻസാണ് അവരും അതിനകത്ത് ഒഴിവാക്കിയിരിക്കുന്നത്. ഇലക്ട്രിക് ജനറേറ്റർ, മോട്ടോർ പഠിച്ചാൽ വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനായിരുന്നു ഇലക്ട്രിക് ജനറേറ്റർ. ഇലക്ട്രിക് ജനറേറ്ററും അവർ ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്, എ സി എല്ലാം ഒഴിവാക്കി. അതുപോലെ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സ് അതും അതോറിറ്റി ഒഴിവാക്കിയിരിക്കുന്നു. ഇത്രയും പോർഷൻസ് നിങ്ങൾ പഠിക്കുകയേ വേണ്ട. അടുത്തത് സോഴ്സസ് ഓഫ് എനർജിയാണ് ലാസ്റ്റ് ചാപ്റ്റർ. അത് ഫുള്ളായിട്ട് തിയറി പോർഷൻസ് ആയിരുന്നു അത് ഫുള്ളായിട്ട് CBSE ഒഴിവാക്കി. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയ സയൻസിന് ഡിലീറ്റഡ് പോർഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞങ്ങളത് വന്ന് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.